മട്ടനും പല്ലിനിടയിൽ കൂത്താനും പെണ്ണ് പിടിക്കാനും മാത്രമേ അവന് സമയമുള്ളൂ. അയ്യോ, അങ്ങനെ എടുത്തോണ്ട് പോകാൻ എനിക്ക് ചിന്തിക്കാൻ വയ്യേ എന്റെ അപ്പച്ചി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വർഗീയത പറയുക എന്നുള്ളത്. ആരെയും പച്ചത്തറി പറയുക, അസഭ്യം പറയുക, അപമാനിക്കുക. നമുക്ക് അവരോട് വാദിച്ചോ അല്ലെങ്കിൽ സംസാരിച്ചോ ജയിക്കാൻ പറ്റില്ല. പകരം അവരെ വിളിച്ച് അല്ലെങ്കിൽ അവർ കേൾക്കാതെ കേട്ടോ എങ്ങനെയായാലും സോഷ്യൽ മീഡിയയുടെ അല്ലാതെയും പച്ചത്തെറി വിളിച്ചങ്ങോട്ട് അപമാനിക്കുക. ഒരിക്കലും തിരിച്ചു അവർ പറയാൻ സാധ്യതയില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെ പച്ചത്തെറികൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഭാഷ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് പറയാൻ പറ്റിയ ഒരു ഭാഷയല്ല. ഞാനിവിടെ ആ ഭാഷ കേൾപ്പിക്കുന്നുമില്ല. അവരുടെ കുറച്ച് ഭാഗങ്ങൾ, വീഡിയോ ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കാം. അവരുടെ ഇന്നത്തെ അവസ്ഥ എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇസ്രായേലിൽ താമസിക്കുന്ന റീന, അല്ലെങ്കിൽ അവിടെ ജോലി നോക്കുന്ന റീന എന്ന് പറയുന്ന ഒരു യുവതി. ആ യുവതിയെ വേറെ പല ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ആ റീന, ഈ റീന എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന മറ്റു ചിലരെ ഞാൻ കണ്ടു. അതിന്റെ ഒരു കാരണം ഹിച്ചക്കി നൊമാദ് മാഹിൻ, അറിയാലോ, ഒരു ട്രാവലറാണ്. അയാള് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അയാളുടെ വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ സഞ്ചരിക്കുന്നു. എന്താണോ അദ്ദേഹം അവിടെ കാണുന്നത്, അനുഭവിക്കുന്നത്, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ റീന എന്ന് പറയുന്ന ഈ യുവതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിം എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജൂതന്മാരല്ലാത്ത എല്ലാവരും അസഹിഷ്ണുത അവർക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുന്നു. ആരും ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ. ഒരു പക്ഷേ ഈ കേരളത്തിലെ ഒരു കൂട്ടരുണ്ടല്ലോ, മുസ്ലിമിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, അവർ പോലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രത്തോളം വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ട് റീന പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ആ സമയത്ത് മാഹിൻ ഇസ്രായേലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഇസ്രായേലിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ, ഇസ്രായേൽ എത്തിയെന്നറിഞ്ഞു, കണ്ടു കഴിഞ്ഞാൽ മാഹിന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ റീന ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇസ്രായേൽ ജെറുസലേം വിട്ടുപോയ മാഹിൻ തിരിച്ചവിടെ വന്ന് നിന്നിട്ട്, ചേച്ചി ഞാനിവിടെ ഉണ്ട്, ചേച്ചി വന്നതിൽ എന്റെ കർണക്കുറ്റി അടിച്ചു പൊളിക്കാം, ഞാൻ ചേച്ചിയുടെ വരവ് കാത്തു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് ചെയ്തിരുന്നു. ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എന്റെ ഒരു മോഹമാണ്. ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി, ഞാൻ കുറേ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരൂ, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എൻ്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷമാണ് ഈ റീന ഒന്നുകൂടി പോപ്പുലർ ആയത്. റീന എന്ന് പറയുന്ന വ്യക്തിയെ മുഴുവൻ അറിഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സമുദായങ്ങളെ, ക്രിസ്ത്യൻ സമുദായങ്ങളെ അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സമുദായങ്ങളെ ഒക്കെ പച്ചയ്ക്ക് ആക്ഷേപിക്കുന്ന മുസ്ലിം സമുദായങ്ങളൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയുണ്ട്. ജൂതന്മാരൊഴികെ ഒരു വിഭാഗത്തെ വെറുതെ വിടാറില്ല. ഹിന്ദുക്കളുടെ തോളിലാണ് ഒരു വേള അവർ കയറിയത്. എടാ ഹിന്ദു പൊട്ടന്മാരെ, നിന്നെ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നീയൊക്കെ മരക്കഴുതകളാണ്. നൈറ്റിയിട്ട ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട ജന്മങ്ങള്. ഈ അച്ഛന്മാരെന്നും ബെത്താന്മാരെന്നും പേര് പറയുന്നവന്മാർക്ക് മേടയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് നല്ല വൃത്തിയാണ് പൂട്ടടിക്കാനായിട്ടും അവർക്ക് അവന് പോത്തും ഇറച്ചിയും അവന് മട്ടനും പല്ലിനിടയിൽ കൂത്താനും പെണ്ണ് പിടിക്കാനും മാത്രമേ അവന് സമയമുള്ളൂ. ഹിന്ദുവിനെ ക്രിസ്ത്യാനിയും ചേർത്ത്, അതായത് ജൂതമതമല്ലാതെ മറ്റൊരു മതം ശരിയല്ല, ബാക്കിയുള്ളവരെ മുഴുവൻ അടച്ച് തെറി വിളിക്കുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന, എനിക്ക് തോന്നുന്നു എന്തോ മെന്റൽ ഡിസോർഡർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാര്യം അത്ര രീതിയിലാണ് പെരുമാറ്റവും മറ്റു കാര്യങ്ങളുമെല്ലാം. ഏതായാലും ഹിന്ദുക്കളെ വിട്ടു, പിന്നെ അവർ ക്രിസ്ത്യാനികളുടെ പേരടിക്കായിരുന്നു അടുത്ത കയറ്റം. കുറെ സമാധാന മതക്കാരൻ ഇറങ്ങിയിരിക്കുക ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞുകൊണ്ട്. എന്നെ ഇങ്ങോട്ട് സംസാരിക്കാൻ ക്രിസ്ത്യാനിയെ വളർന്നിട്ടില്ല. നിങ്ങൾ ആരും എന്നെ പഠിപ്പിക്കണ്ട. ജെറുസലേം എന്ന പേജ് വഴി കണ്ടതെന്തോ ദൈവവചനം കേൾക്കാൻ വേണ്ടിട്ടോ? എന്റെ ദൈവവചനം മാത്രം കേട്ടാൽ മതിയോ നിങ്ങൾക്ക്? ബാക്കിയുള്ളവർ ഈ കാലഘട്ടത്തിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കൊന്നും മറുപടി നിങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരന്മാരല്ലേ. അമ്മയെ ചോദിച്ചാൽ കൂട്ടത്തില് എന്തുവാ വസ്ത്രം ചോദിക്കുന്നതിനും പുതപ്പ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയെ ചോദിച്ചാൽ മോളെയും കൂടി കൊടുക്കുന്ന ആൾക്കാരല്ലേ ക്രിസ്ത്യാനി കുറെ കൂതറകള്. ഇങ്ങോട്ട് വന്ന് ഭയങ്കര വിശ്വാസവും സ്നേഹവും പഠിപ്പിക്കുന്നവര്. ഇറങ്ങിപ്പോ വിവരം കേട്ട വർഗമേ. നീയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഭൂമി ഇങ്ങനെ ഈ തുലുക്കന്മാരുടെ കയ്യിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നീയൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കെട്ടവന്മാര്, തിരിച്ചു പ്രതികരിക്കാൻ കഴിവ് കെട്ടവന്മാര് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാ എന്തുവാ രാജ്യങ്ങൾ മുഴുവൻ തുലുക്കന്മാരുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവൻ എല്ലാം പൗമാരുടെ കയ്യിലിരിക്കുക. കാരണം നിങ്ങൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. കയറി വന്ന് മക്കളെ പോകിച്ചാലും അമ്മയും കൂടെ കൊടുക്കും എടുത്തോണ്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട്. അല്ല തിരിഞ്ഞു നിന്ന് നീ ഒന്ന് ചോദിക്കുമോ? നീയൊക്കെ തിരിഞ്ഞു നിന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് വിവരം കെട്ടവന്മാരെ ഇവന്മാർ ലോകം മുഴുവനും പിടിച്ചടക്കുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചെന്നുള്ളത് നീയെങ്കിലും മനസ്സിലാക്ക്. എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗം ലോകം മുഴുവൻ കീഴടക്കുന്നു, ലോകം മുഴുവൻ തീവ്രവാദം ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഈ പറഞ്ഞ റീന എന്ന് പറഞ്ഞ പെണ്ണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അയൺഡോമുകളുടെയും മറ്റു സുരക്ഷിതമായ താവളങ്ങളുടെയും ബങ്കറുകളുടെയും ഇടയിൽ സുരക്ഷിതമാണ് എന്ന് കരുതിയിട്ടാണ് റീന ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഒരല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. റീനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം.
ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ലൈവ് വന്നത് തന്നെ. കാരണം നമ്മൾ ഇത്രയും ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും പഠിച്ചുകൊണ്ടിരുന്നതുമായ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുകയാണ്. ഇസ്രായേൽ വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ് എന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ, അപകടം വലുതാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ തന്നെയുള്ള ജനം പരദേശികളായി പോകാൻ പോവുകയാണ്, പ്രവാസത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതായത് ഇസ്രായേലിലേക്ക് ആരെങ്കിലും കടന്നു കയറിയില്ല, അത് നോക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇസ്രായേലിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവനെ പോകുന്നവനെ മുഴുവൻ തെറി വിളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണത്. ആ വിധത്തിൽ തെറി വിളിച്ച് അപമാനിച്ച് ആക്ഷേപിച്ച് അവരുടെ കുടുംബത്തെയും അവരുടെ ഭാര്യമാരെയും അമ്മമാരെയും ഒക്കെ മറ്റുള്ളവരുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് വളരെ മോശം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു യുവതിയാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അത് ഇപ്പോൾ ഒരു പാകത വന്നു. അത് ഇസ്രായേൽ വലിയൊരു അപകടം മണത്തിരിക്കുന്നു. ഇസ്രായേലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലല്ല, വളരെ പ്രതിസന്ധിയാണ്. നമ്മുടെ നാട്ടിൽ, അതായത് ഇസ്രായേൽ നാട്ടിൽ നമ്മൾ അന്യരായി പോകണം അല്ലെങ്കിൽ അഭയാർത്ഥികളായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപകടം മണത്ത് കഴിഞ്ഞു. അതായത് ഇസ്രായേൽ ഇത്രയും നാൾ കാണിച്ചിരുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. ഫലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ ഓരോ ബോംബുകൾ വീഴുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിൽ ഓരോ സ്ഥലത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചത് എന്താണ് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അതൊരു പക്ഷേ ഇസ്രായേലിന്റെ ഭരണാധികാരി പോലും അത് അനുഭവിച്ചിരുന്നില്ല. ഇന്ന് ഇസ്രായേലിൽ അത്തരത്തിൽ ബോംബുകൾ വീണ് തുടങ്ങിയപ്പോൾ, ഇവിടത്തെ ജനങ്ങൾ അത് അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ഇസ്രായേൽ, എന്നാൽ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ അടിക്കുന്ന സമയത്ത് ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യുന്നില്ല. ഇസ്രായേൽ ഇറാനിലേക്ക് തൊടുത്തയക്കുന്ന ബോംബുകൾ അവിടെയുള്ള കുട്ടികൾ, സ്ത്രീകൾ, അവരുടെ മേലാണ് വീഴുന്നത്. ഇപ്പൊ ഈ അടുത്ത് വിട്ടിട്ടുള്ള ഒരു ബോംബ് ചെന്ന് വീണത് പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ്. അവിടെ നിന്ന് 10-200 കുട്ടികൾ മരണപ്പെട്ടുപോയി. പിന്നെ ചെന്ന് വീഴുന്നതെല്ലാം ജനവാസ കേന്ദ്രങ്ങളിലാണ്. കണ്ണും പൂട്ടിയാണ് ഇവിടെ നിന്ന് വിടുന്നത്. സ്ത്രീകളും കുട്ടികളും എല്ലാം കൊല്ലപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് പേരാണ് ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. അവർക്ക് ഇസ്രായേലിനെ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവർ വെച്ചിട്ടില്ല. മരണത്തെ പേടിയിലെത്തണത്. എന്നാൽ ഇറാൻ ഇപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ, അവരുടെ ഓഫീസ് സമുച്ചയങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ സൈനികമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ ഭരണപരമായിട്ടുള്ള കേന്ദ്രങ്ങൾ, അത്തരത്തിലുള്ള സ്ഥലങ്ങൾ തെരഞ്ഞു പിടിച്ചാണ് അവർ ബോംബിടുന്നത് അല്ലെങ്കിൽ മിസൈൽ അയക്കുന്നത്. അതുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള ജീവാപായങ്ങളോ അല്ലെങ്കിൽ പരിക്കുകളോ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇസ്രായേൽ ഇറാനിൽ ഏൽപ്പിക്കുന്ന പരിക്കുകളും അവിടുത്തെ ജീവഹാനിയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. തകർന്നടിയുന്ന കൂമ്പാരങ്ങളുണ്ട്, പക്ഷെ ജീവാപായം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ഇറാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് അവർക്കറിയാം. പക്ഷെ ഇറാനികൾ അങ്ങനെയല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ തങ്ങളുടെ ജീവിതം രാഷ്ട്രത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അതൊരു ജീവത്യാഗമാണ് എന്നതുകൊണ്ട് ഭയമില്ലാതെ അവർ പണിയെടുക്കുന്നു. അവർ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, യുദ്ധത്തിൽ പങ്കെടുക്കുന്നു, ഇറങ്ങി നടക്കുന്നു, എല്ലാം ചെയ്യുന്നു. നെതന്യാഹുവോ അതുപോലെ ഇസ്രായേൽ ഭരണകൂടമോ അതല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങളോ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അംഗസംഖ്യ കുറവാണ്. ജൂതമതം മറ്റുള്ള മതം പോലെയല്ല. ആ മതത്തിലേക്ക് പ്രത്യേകിച്ച് ആരെയും അങ്ങോട്ട് കയറ്റില്ല. മതം മാറി ചെല്ലാൻ പറ്റുന്ന ഒരു മതമല്ല യഹൂദ മതം എന്ന് പറയുന്നത്. ജൂതന്മാർ അവരുടെ തലമുറ അറ്റുപോയി കഴിഞ്ഞാൽ ആ മതം തീരും. അതുകൊണ്ട് അതിൽ ഒരാൾ മരണപ്പെട്ടാൽ പോലും അത് വളരെ വാല്യൂ ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ ജീവന് വില കൊടുക്കുന്നത് കൊണ്ടാണ് ബങ്കറുകളും മറ്റുമെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടം യഹൂദന്മാരെ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ പാർപ്പിക്കുന്നതും അവർക്ക് പാസ്പോർട്ട് കൊടുക്കുന്നതും അവർക്ക് അവിടെ വീടും ജീവിക്കാനുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നതും എല്ലാം അതിന്റെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ പെട്ടെന്ന് വിള്ളലുണ്ടാകുമ്പോൾ, ഒരു രാജ്യം കടന്നാക്രമിച്ചുകൊണ്ട് അവിടുത്തെ സ്വൈര്യവിഹാരത്തെ തടസ്സപ്പെടുത്തുമ്പോൾ, അതിന്റെ ഭീകരത അവർ അനുഭവിച്ചു തുടങ്ങുമ്പോൾ ഒരു അങ്കലാപ്പുണ്ടാകും സ്വാഭാവികം. നേരത്തെ മറ്റു മതസ്ഥരെയും മറ്റുള്ളവരെയും എല്ലാം അടച്ചാക്ഷേപിച്ച് അപമാനിച്ച് തെറിവിളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഇത്രയും വിഷാദ മുഖമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. അവരെന്താ നേരത്തെ പറഞ്ഞിരുന്നത്? അവർ അനുഭവിക്കുന്നു. അവര് ഗാസയില് മരിച്ചു വീഴുന്ന കുട്ടികൾ, പട്ടിണി കിടക്കുന്ന കുട്ടികൾ, ആ ഭക്ഷണത്തിന് വേണ്ടി പാത്രം നീട്ടി നിൽക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്ന ഇസ്രായേൽ സൈനികരുടെ ക്രൂരത കണ്ടിട്ട് അതിൽ ആത്മപുളകിതമായിട്ട് വീഡിയോ ചെയ്തവരൊക്കെയാണ് ഇവരൊക്കെ. അങ്ങനെ ചെയ്തിട്ടുള്ള ആ വീഡിയോകളുടെ ഫലം ഇന്ന് അവരുടെ പാത്രത്തിലേക്ക് വരുമ്പോൾ അവർ നിന്ന് വിലപിക്കുകയാണ്. ആ വിലാപത്തിന്റെ ബാക്കി കൂടി ഒന്ന് കേൾക്കണം, എന്നിട്ട് കുറിച്ച് നമുക്ക് പറയാം. ഞാനിത് കേട്ടപ്പോഴും തകർന്നുപോയി. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അയ്യോ, അങ്ങനെ എടുത്തോണ്ട് പോകാൻ എനിക്ക് ചിന്തിക്കാൻ വയ്യേ. എന്റെ അപ്പച്ചി, അയ്യോ. ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത്? അതായത് മറ്റുള്ളവർ വിലപിക്കുന്നത്, മറ്റുള്ളവർ ഹൃദയവേദന വർഷങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം 12 ദിവസം അനുഭവിച്ചപ്പോ അല്ലെങ്കിൽ അനുഭവിക്കാൻ തുടങ്ങിയപ്പോ ഇതാണ് അനുഭവം എന്നുണ്ടെങ്കിൽ, പലസ്തീനിലും ഗസയിലുമൊക്കെ എത്രയോ വർഷങ്ങളായി ഇത് തന്നെയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നരകയാതനയാണ്
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ ഈ റീന മനസ്സിലാക്കുന്നുണ്ടോ? ഇസ്രായേലിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അവരെ പോലെ തന്നെ മജ്ജയും മാംസവുമുള്ള വേദനയും ചോരയും നീരുമുള്ള മനുഷ്യരാണ് മറ്റുള്ള ഭാഗത്തുള്ളത് എന്നും ചിന്തിക്കുന്നുണ്ടോ? ഒരു വിഭാഗത്തെ മുഴുവൻ തീമഴ പെയ്ത് കത്തിച്ച് അവരുടെ വാസസ്ഥലങ്ങൾ ഇടിച്ചു നിരത്തി അവരെ ആട്ടിയിറക്കി അവരുടെ വീടും സ്ഥലവും മറ്റുമെല്ലാം കൈക്കലാക്കി ആ നാട്ടിൽ അധിവസിച്ചിരുന്ന ജനവിഭാഗങ്ങളെ മുഴുവൻ ഒരു മൂലയിലേക്ക് ഒതുക്കി അവരുടെ ജീവിതം അത്യന്തം ദുരിതമാക്കി അതിനെതിരെ പ്രതികരിക്കുന്ന ഓരോ കുട്ടിയും വലിപ്പ ചെറുപ്പം നോക്കാതെ അവരുടെ പ്രായം നോക്കാതെ ആണോ പെണ്ണോ എന്ന് നോക്കാതെ കൊന്നൊടുക്കി രസിച്ചിരുന്ന ക്രൂരമായി അത് ആസ്വദിച്ചിരുന്ന ഒരു സമൂഹത്തിനെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഇപ്പൊ ഈ വിലപിക്കുന്നത്. എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്? അതായത് വേദന ആരനുഭവിച്ചാലും വേദനയാണ്. കേവലം 10-15 ദിവസം മാത്രമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അടി തുടങ്ങിയത്. ഈ 15 ദിവസം കൊണ്ട് ഇസ്രായേലിലുള്ള ഓരോ വ്യക്തിയും ഈ രീതിയിൽ കരയുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഗസയിലെ പലസ്തീനിലെ ഓരോ കുരുന്നുകളും ഓരോ മനുഷ്യജീവനും ഏത് വിധേനയായിരിക്കും കരയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ അവർ ചിന്തിക്കണ്ടേ? Different angles. Don't forget to subscribe and support this channel.